welcome to Superstar Junior, powered by Nirabara, co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. Let's welcome our judges, Vijay Chetta, Sujata Chechi, Steven Chetta. Steven Chetta. ആഹാ അഞ്ജലി എന്താണ് ചിരി? എന്താ എല്ലാരും ഇങ്ങനെ അതെ, ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളെ ആക്കുന്നതാണോ അല്ലല്ലേ? നിങ്ങളെ ആക്കുന്നതല്ല, പക്ഷെ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആക്കി. ഓ വേൾഡ് സ്മൈൽ ഡേ. October 7th World Smile Day. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ എല്ലാരും ചിരിച്ചുകൊണ്ടിരിക്കണം. അതെ, അതാണ് കറക്റ്റ്. നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും വളരെ ബിസി ആൻഡ് പ്രഷർ ഉള്ള ലൈഫിൽ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കാന്ന് നമ്മൾ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതെ. സ്റ്റീവൻ ചേട്ടാ, ഇവിടെ വേണ്ട, ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ചിലപ്പോ എനിക്കിട്ട് പാര പണിയും. മനസ്സിലായി. ഞാൻ അല്ലാതെ പറഞ്ഞു അല്ല, ഞാൻ എന്താ വിജയൻ ചേട്ടൻ നന്നായി ചിരിക്കുന്നതല്ലേ? കാരണം വിജയൻ ചേട്ടൻ പല്ല് തേച്ചു. അപ്പൊ അതും ഒരു ഭയങ്കര സംഭവം ഈ ദിവസത്തിൽ. സുജാ ചേച്ചി, വേൾഡ് സ്മൈൽ ഡേ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? അത് ചോദിക്കാൻ ശരിക്കും പറയാൻ പറ്റില്ല. കാരണം ചേച്ചി എപ്പോഴും സ്മൈലിംഗ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സുജാത ചേച്ചിയാണ്. ആൻഡ് അത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് ആൻ ഇൻസ്പിറേഷൻ. തീർച്ചയായും സ്മൈൽ ഡേയുടെ അംബാസിഡർ ആയാലോ? അതെന്തായാലും പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ എന്ത് ദേഷ്യം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കാന്ന് നോക്കൂ, വെറുതെ ഒന്ന് ഇങ്ങനെ ശരിക്കും ഒന്നിങ്ങനെ ചിരിച്ചു നോക്കൂ, ദേഷ്യം കുറച്ച് കുറയും. ആൾക്കാർ വട്ടാണെന്നും പറയും. അത് പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. ചിലരൊക്കെ പറയും But it works. അപ്പൊ അതെന്തായാലും സുജാ ചേച്ചി പറഞ്ഞ ആ ഒരു ആശയം വെച്ചുകൊണ്ട് ആ ആശയം തന്നെയാണ് ഒരു പക്ഷേ വേൾഡ് സ്മൈൽ ഡേ ഉണ്ടാവാൻ കാരണം. വി ഹോപ്പ്. അപ്പോൾ സൂപ്പർസ്റ്റാർ ജൂനിയറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവർക്കും എന്നും ആരോഗ്യത്തോടു കൂടി എല്ലാവരും ചിരിക്കട്ടെ, മനസ്സ് തുറന്ന് ചിരിക്കട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ കോമ്പറ്റീഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ on that note, let's start our episode with our first contestant, Srilakshmi. Srilakshmi. Superstar Junior. എന്താ ഞങ്ങളുടെ ചിരി ഇഷ്ടപ്പെട്ടില്ല? ശ്രീലക്ഷ്മി നമ്മുടെ സുജാ ചേച്ചിയുടെ പാതയിലാണ്. കാരണം എപ്പോഴും ചിരിച്ചിട്ടാണ് അല്ലേ? ആണ് അല്ലേ? അപ്പൊ നമ്മുടെ റൗണ്ട് പക്ഷെ ചിരിക്ക പോലെയല്ല നമ്മുടെ റൗണ്ട്സ്. സെമി ഫൈനലാണ്. അത്ര ടെൻഷൻ വേണ്ട. അത്ര വേണ്ട. പിന്നെ നല്ല കോൺഫിഡൻസ് ആണൊക്കെ നമുക്കറിയാം. ഏത് റൗണ്ടാ? വോയിസ് ഓഫ് ചോയ്സ്. ഏത് സോങ് നമ്മളെ? ഉംറാവോ ജാൻ എന്ന ഫിലിമില് ഖയാം സാർ സംഗീതം ചെയ്ത ആശാജി പാടിയ ദിൽ ചീസ് ക്യാ ഹൈ. അപ്പൊ ഈ പാട്ടിന് എന്താ പറയാ, ഭയങ്കര ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള എന്താ പറയാ സിനിമയാണ്, ഫിലിമാണ്. ഈ പാട്ടിന് അവാർഡ് കിട്ടിയ പാട്ടാണ്. ആർക്ക്? ആശാജിക്ക് മാത്രമല്ല, മ്യൂസിക് ഡയറക്ടറിനും അവാർഡ് ഉണ്ട്. അത്രയും നാഷണലി റെക്കഗ്നൈസ്ഡ് സോങ് ആണ് പാടാൻ പോണേ അല്ലേ? റെഡി? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. Superstar Junior. बस एक बार मेरा कहा, बस एक बार मेरा कहा मान लीजिए, बस एक बार मेरा कहा मान लीजिए, दिल चीज क्या है आप मेरी जान लीजिए,
इस अंजुमन में आपको, इस अंजुमन में आपको आना है बार बार, आना है बार बार। दीवार उतर को गौर से, दीवार उतर को गौर से पहचान लीजिए, दीवार उतर को गौर से पहचान लीजिए। ये चीज़ क्या है आप मेरी जान माना के दोस्तों को नहीं, दोस्तों को नहीं, माना के दोस्तों को नहीं, दोस्ती का नास। लेकिन ये क्या के गैर का, लेकिन ये क्या के गैर का एहसान लीजिए, लेकिन ये क्या के गैर का एहसान लीजिए। ये चीज़ क्या है आप मेरी जान लीजिए। मुश्किल नहीं है कुछ भी, मुश्किल नहीं है कुछ भी अगर ठान लीजिए। मुश्किल नहीं है कुछ भी अगर ठान लीजिए। दिल चीज़ क्या है आप मेरी जान लीजिए। बस एक बार, बस एक बार, बस एक बार मेरा कहा मान लीजिए, मान लीजिए, मान लीजिए। ശ്രീലക്ഷ്മിക്കുട്ടി വളരെ നന്നായിട്ട് പാടി. ഞങ്ങൾക്ക് ആ വിഷ്വൽ ഇങ്ങനെ ഉണ്ട്, ആ മനസ്സിലുണ്ടായിരുന്നു അതിങ്ങനെ പാട്ട് പാടുമ്പോൾ. ശരിക്കും അത് ഓർമ്മ വന്നു അല്ലേ? അതെ, ഓഫ് കോഴ്സ്. അതൊരു എന്താ പറയുക, ബ്രില്യൻറ്റ് ഫിലിം, ബ്രില്യൻറ്റ് മ്യൂസിക്, പിന്നെ രേഖ മാം ഇങ്ങനെ ആ കൊറിയോഗ്രാഫിയും ആ വിഷ്വലും തകർന്ന് ആടിയ സിനിമയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ കമന്റ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫോർ ദിസ് എവർഗ്രീൻ സോങ് നമുക്ക് നോക്കാം. ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. ശ്രീലക്ഷ്മി ചേട്ടാ, ഫൈനലി ശ്രീലക്ഷ്മി തിരിച്ചു വന്നു. എന്താണ്, ചില വലിയ വലിയ പാറകളും കല്ലുകളൊക്കെ താണ്ടി വന്നു, എടുത്ത് കളഞ്ഞിട്ട് എടുത്ത് കളഞ്ഞ് അല്ലേ തിരിച്ചെത്തി.
ആ ഇപ്പോഴാണ് മനസ്സിലായത് ഐശ്വര്യ. കത്തി കത്തി അതെ നന്നായിട്ട് പാടി വെരി ഗുഡ് Thank ചില ഭാഗങ്ങളൊക്കെ സോ ബ്യൂട്ടിഫുൾ ഫീൽ ആൻഡ് ഒരു കാര്യമുണ്ട് പക്ഷെ അത് മേ ബി വോയിസിൻ്റെ ടോണിൻ്റെ കാര്യമാണ് പക്ഷെ ഈ സോങ്ങിന് ഒരു നൈസ് ചില സ്ഥലങ്ങളിൽ ഹൈ പോർഷൻസിലൊക്കെ ഭയങ്കര നേസിൽ ഒരു യൂസ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് നോട്ട് യുവർ വോയിസ് ആക്ച്വലി അത് ഐ തിങ്ക് നിനക്കത് പുഷ് ചെയ്യാൻ വേണ്ടി നീ അത് അങ്ങനെ യൂസ് ചെയ്യുന്നതാണോ എന്താണെന്ന് അറിഞ്ഞൂടെ മൂക്കടഞ്ഞിരിക്കുകയാണോ ഓക്കെ മേ ബി അതുകൊണ്ടായിരിക്കും പക്ഷെ ചില സ്ഥലത്ത് യുവർ ആക്ച്വൽ വോയിസ് അല്ലെങ്കിൽ യുവർ റിയലി ഗുഡ് വോയിസ് കെയിം ഔട്ട് അപ്പോൾ ഞാൻ അത് സുജാ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് സോ അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല താങ്ക് യു ചേട്ടാ ആൻഡ് ഡാൻസേഴ്സ് ഓൾസോ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു സോ Brilliant. അല്ല ഈ പാട്ട് ഒരു പക്ഷേ മേ ബി നമ്മുടെ ഭാവനയൊക്കെ ചെയ്ത പോലെ ശ്രീലക്ഷ്മിയുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടോ ഇതിന് ശേഷം? ഇല്ല ഞങ്ങൾ വേണമെങ്കിൽ സമയം തരാട്ടോ സമയം തരാം 5 മിനിറ്റ് തരാം. നല്ല മിന്നൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതെ അപ്പൊ വേണമെങ്കിൽ സമയം വേണമെങ്കിൽ തരാം. കൈ നോക്കാം ഓക്കെ വേണ്ട ഓക്കെ വേണ്ട വേണ്ട ശരി അപ്പോൾ ഓക്കേ. സ്റ്റീഫൻ ചേട്ടാ സ്റ്റീവൻ ചേട്ടാ ശ്രീലക്ഷ്മി ചേട്ടാ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ താങ്ക് യു ചേട്ടാ. ശ്രീലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി ഒരു കംഫർട്ട് സോണാണെന്ന് തോന്നി ശ്രീലക്ഷ്മി പാടുമ്പോൾ ഭയങ്കര കംഫർട്ടിലിരുന്ന് അതായത് ചിലപ്പോൾ അറിയാം പാട്ട് പഠിച്ച് പാടുന്നതും അത് ഫീൽ ചെയ്ത് പാടുന്നതും ചിലപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും അത് ശ്രീലക്ഷ്മി ശരിക്കും അത് മതിമറന്ന് ചെയ്യായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിയുടെ ബേസിക് സംഭവം എന്ന് പറയുന്നത് ഒരു ടെൻഷനൊന്നുമില്ലാതെ കംഫർട്ടായിരുന്നു കഴിഞ്ഞാൽ തകർത്ത് പാടും അപ്പോൾ അതിനി കുറച്ചും കൂടെ ഇനിയിപ്പോൾ ശ്രീലക്ഷ്മി വളരാൻ പോകുന്നത് കാറ്റഗറി എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രോഗ്രാമുകളും അല്ലെങ്കിൽ റെക്കോർഡിങ്ങുകളും അതായത് പ്രഷർ മൊമെന്റുകളായിരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓൾറെഡി മൊമെന്റ് കുറെ ഇനോഗ്രേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതെ അതെ പോസ്റ്ററുകളുടെ ആണല്ലോ അല്ല കുറെ ഇനോഗ്രേഷൻ ചെയ്തു ഓണം പ്രമാണിച്ച് കുറെ കുറെ ഇനോഗ്രേഷൻ ഒക്കെ ഇൻവൈറ്റ് ചെയ്ത് ഭയങ്കര ഭയങ്കര busy ബിസി ആയിരുന്നു ശരി ദൈവമേ പാട്ട് പഠിക്കണട്ടോ ആ പഠിച്ചു കഴിഞ്ഞിട്ടാണ് പോയി. പാട്ട് കാണിച്ചു അപ്പൊ ഇനി കിട്ടാൻ പോകുന്ന ഇനി ചിലപ്പോൾ ഇങ്ങനെ കംഫർട്ട് സോണിലുള്ള പ്രോഗ്രാംസ് ഒക്കെ കുറവായിരിക്കും ഇനി എപ്പോഴും ഇനി ഇന്ന് പരിപാടി നാളെ അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രെയിൻ കയറി അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി പോകണം അല്ലെങ്കിൽ വൈകുന്നേരം പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് എത്തുള്ളൂ അപ്പോൾ തൊണ്ട ഓക്കെയാണോ അപ്പോൾ എപ്പോഴും അങ്ങനെ ഇവരൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത് പെട്ടെന്ന് എത്തുക ചിലപ്പോൾ സൗണ്ട് ചെക്ക് ഇല്ല റിഹേഴ്സലില്ല നേരെ കയറുക അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ പ്രഷറിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതും കൂടെ ട്രെയിൻ ചെയ്യണം ഗെറ്റ് ട്രെയിൻ ബൈ യുവർ സെൽഫ് പക്ഷെ നല്ലൊരു പാട്ടും കൊടുന്നു അമേസിങ് ആയിട്ട് പാടി എനിക്കും തോന്നി ആ പിച്ചിലെത്തിയപ്പോൾ ഭയങ്കരമായിട്ടൊരു വേറൊരു ടോൺ വന്നു ശ്രീലക്ഷ്മിയുടെ നിന്ന് കേൾക്കാത്തൊരു സൗണ്ട് അത് വന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഹാവ് എ കൺട്രോൾ ഓവർ ദാറ്റ് വോയിസ് സൂപ്പറായി ചക്കര താങ്ക് യു ചേട്ടാ. ഓക്കെ താങ്ക് താങ്ക് യു യു ചേട്ടാ സുജാത ചേച്ചി ശ്രീലക്ഷ്മി ബ്യൂട്ടിഫുൾ ആയിരുന്നു താങ്ക് യു മാം. മനോഹരം എസ്പെഷ്യലി ആ ലാസ്റ്റ് ചരണം മേലെ ആയിരുന്നെങ്കിലും അത് ഫീല് ഭയങ്കര രസമായിരുന്നു താങ്ക് യു മാം. ആൻഡ് ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് ആശാജി പാടിയ എൻ്റെ ഫേവറേറ്റ് 2 സിംഗേഴ്സ് ഏറ്റവും ഞാൻ ആരാധിക്കുന്ന 2 പേരാണ് ആശാജിയും സുശീലാമ്മയും ഇതിനൊരു ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉള്ള ഒരു പാട്ടാണ് പക്ഷെ മോളുടെ അത് കൊള്ളായിരുന്നു ആക്ച്വലി ഹിന്ദി നല്ലായിരുന്നു വളരെ രസമായിരുന്നു കേൾക്കാൻ സൂട്ടി ഉണ്ടായിരുന്നു മോൾക്ക് ഓക്കേ ഓക്കെ സോ നമുക്ക് എന്നാ പിന്നെ മാർക്കിലേക്ക് കിടക്കാം ഓക്കെ റെഡി റെഡി. റെഡി Okay. ഓക്കേ സോ ഞാൻ സുജാ ചേച്ചിയോട് പറഞ്ഞു ആ. എന്ത് വന്നാലും ആ ഈ കുട്ടിക്ക് ആ. ഞാൻ ഒരു മാർക്ക് കൊടുത്തിരിക്കുന്നു ആ യെസ് ആ മാർക്ക് ഞാൻ കൊടുക്കാൻ പോവാണ് ഓക്കെ യെസ് അതെന്തായിരുന്നു സുജാ ചേച്ചി പറയണു കൊടുക്കാം ഓക്കെ അപ്പോ എന്താണ് വേണ്ടത് അയ്യേ അയ്യേ 10 വേണം 10 നാണം 10 വേണം 10 വേണ്ട. അത് വേണ്ട അതെ അത്യാഗ്രഹമായി ഓക്കെ അത്യാഗ്രഹം നൈസ് പോട്ടെ ഓക്കെ അപ്പൊ എന്നാ ഇരിക്കട്ടെ ആഹാ ഓക്കേ താങ്ക് യു ചേട്ടാ സ്റ്റീവൻ ചേട്ടാ അഗൈൻ സോ 18 സുജാത ചേച്ചി അവിടെ മാർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊറേ എഴുതുന്നുണ്ടോ കഥ എഴുതുകയാണ് ശ്രീലക്ഷ്മി ഇപ്പൊ എന്തായാലും ചേച്ചി മാർക്കൊക്കെ എഴുതി അതെ വീണ്ടും ബോക്സിനുള്ളിൽ വെച്ചു ആ ബോക്സ് ആണ് നമ്മുടെ ലക്ഷ്യം ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ബോക്സിൽ അറിയാൻ പറ്റില്ല അതല്ല, അതല്ല എനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്തത് എന്റെ ടീച്ചറാണ്. അപ്പൊ എനിക്ക് ടീച്ചറോട് ഒരു വലിയ താങ്ക്സ്. വലിയൊരു താങ്ക് സ്കൂളത്തെ ടീച്ചറാണോ ഏ സ്കൂളത്തെ ടീച്ചറാണോ അല്ല, പാട്ട് ടീച്ചർ എന്റെ സ്വന്തം ടീച്ചർ. അപ്പൊ പേര് പറയൂ നന്നായി ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ ശ്രീജ ടീച്ചർ. ശ്രീജ ഓക്കെ ശ്രീജ ടീച്ചറിന് ഒരു വലിയ താങ്ക് യു അതെ. അല്ലേ ഇതേപോലെ നല്ല പാട്ടുകളുമായി വീണ്ടും വരണം കാരണം സെമി ഫൈനൽ റൗണ്ട് ആണ് അതെ ഓക്കെ
പിന്നെ എൻ്റെ ചേട്ടൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ കോളേജിലെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഹായ് പറയും. ചേട്ടൻ ഇവിടെ വന്നില്ലേ? ആ അതെ ചേട്ടാ. യെസ്. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് അരുൺ. അരുൺ. അരുൺ എവിടെ ഏത് കോളേജിലാണ് പഠിക്കണേ? ഞാൻ കൊടകര സഹൃദയ കോളേജിൽ. കൊടകര സഹൃദയ. ഓക്കെ. ഞങ്ങളിവിടെ ഒരു കാര്യമൊക്കെ അറിഞ്ഞു, ചേട്ടനാണ് ശ്രീലക്ഷ്മിയുടെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പാട്ടില്. അങ്ങനെയൊന്നുമില്ല. അല്ല, എന്തായാലും ഇൻസ്പിറേഷൻ ആണ് പറഞ്ഞു കഴിഞ്ഞു. ഇനി എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേര്. യെസ്. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷപൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. എന്തത്? അപ്പൊ നിങ്ങളുടെയും പാട്ട് കൂടുമ്പോ ശ്രീലക്ഷ്മി സോറി പറഞ്ഞു. ഇപ്പൊ നീ എങ്ങനെ എന്താ പാടുന്നത് എനിക്ക് മനസ്സിലായി. അതെ ഞാൻ ആ ഫീലൊക്കെ കുറച്ചുകൂടി ഒന്ന് കണ്ട് പഠിച്ചോ. അതെ ചേട്ടന് ഫീല് കുറച്ചും കൂടെ കൂടുതലാണ് കേട്ടോ. കൂടുതലാണ്. കൊടകര കോളേജിലാണല്ലോ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. അതെ. അല്ല, ഈ സഹൃദയ കോളേജിലെ അനുരാഗിനെ നമുക്ക് കണ്ടുപിടിക്കണം. കാരണം അത്രയും ഫീലോട് കൂടി വെരി വെരി വെരി. അപ്പോ നമുക്ക് എന്താണ് മാർക്ക് അറിയണ്ടേ? സുജാത ചേച്ചിയുടെ അറിഞ്ഞാ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞു. പിന്നെ ബാക്കി പറഞ്ഞു. സുജാത ചേച്ചിയുടെ മാർക്ക് അറിയണ്ടേ? അറിയണ്ടേ? പക്ഷെ എങ്ങനെ അറിയാൻ പറ്റില്ല. നമ്മള് ലാസ്റ്റ് സെമി ഫൈനലൊക്കെ കഴിഞ്ഞ് പെർഫോമൻസും കഴിഞ്ഞ് പിന്നെ ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ സംഭവം പറയും. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ചേട്ടനോട് പറയാം പ്രത്യേകം അടുത്തുള്ള എപ്പിസോഡ്സിലൂടെ വരണം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പാട്ട് പാടിക്കും, അനുരാഗിനെ കണ്ടുപിടിക്കും, ഒക്കെ പറയണം. ഓക്കെ. അതെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോൾ. ഓക്കെ. താങ്ക് യു ചേച്ചി. ഞാൻ ഒരു കാര്യം, ആരാ മോക്ക് പാട്ട് പഠിപ്പിച്ചു തരുന്നത്? മോള് തന്നെ പാടുകയാണോ? ശരിക്കും ദിസ് ഇസ് റിയൽ ബ്ലെസ്സിങ്. അഞ്ജനയുടെ മനസ്സിൽ എന്തായിരുന്നു പാട്ട് പഠിക്കുമ്പോ? പക്ഷെ ഇവിടെ അവരെന്താ സംഗതി വെക്കാൻ എന്താ ദക്ഷിണമൂർത്തി സ്വാമി അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. Welcome back to Superstar Junior. Our next contestant Anjana. അഞ്ജനക്കുട്ടി ചേച്ചി, ഇന്നെന്താ ദിവസത്തിന്റെ പ്രത്യേകത എന്നറിയോ? എന്താ? വേൾഡ് സ്മൈൽ ഡേ ആണോ? അപ്പൊ നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ ഫുൾ സംസാരിക്കാം അല്ലേ? ടെൻഷനൊന്നും ആവശ്യമില്ലല്ലോ. നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ് ആണ്. അപ്പൊ നമ്മൾ സീരിയസ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഫുൾ നമുക്ക് സ്മൈൽ ചെയ്തോണ്ട്. ഓക്കെ, ആരോടാ ഒരു കുഴപ്പമില്ല. പക്ഷേ മെയിൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്താ അറിയോ? ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ജന വരുന്നോണ്ടിരിക്കുമ്പോൾ ഇന്ന് ഏത് പാട്ടായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ. കാരണം ഒരുമാതിരിപ്പെട്ട അഞ്ജന പാടുന്ന ശരത് സാറിന്റെ പാട്ടിലൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും നോക്കാം ഏതാണ് റൗണ്ട്, ഏതാണ് പാട്ടെന്നൊക്കെ. ഏതാണ് റൗണ്ട് പറഞ്ഞോളൂ. ട്രിബ്യൂട്ട് ടു ലെജൻഡ്. സോ ഏത് ലെജൻഡിനാണ് നമ്മൾ ട്രിബ്യൂട്ട് കൊടുക്കണേ? ദക്ഷിണാമൂർത്തി സ്വാമി. ദക്ഷിണാമൂർത്തി സ്വാമികൾ. ഓക്കെ. ഏത് പാട്ടാണ്? ഞാൻ യേശുദാസ് സാറും ജാനകി അമ്മയും കൂടി ആലപിച്ച ആലാപനം എന്ന സോങ് ആണ് പാടുന്നത്. ഓക്കെ. ഗാനം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഡുവറ്റ് സോങ് ആണ്. നല്ല സംഗതികൾ എല്ലാം ഉള്ള പാട്ട് തന്നെയാണ് അല്ലേ? നമ്മള് അടിച്ചു പൊളിച്ച് പാടും അല്ലേ? ഉറപ്പല്ലേ? തകർക്കും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
അഞ്ജനയുടെ മനസ്സിൽ എന്തായിരുന്നു പാട്ട് പഠിക്കുമ്പോൾ ഇവിടെ അവരെന്താ സംഗതി വെക്കാൻ എന്താ ദക്ഷിണമൂർത്തി സ്വാമി അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം, ആരാ മോക്ക് പാട്ട് പഠിപ്പിച്ചു തരുന്നത്? ഇല്ല. മോള് തന്നെ പാടുകയാണോ? ശരിക്കും ദിസ് ഇസ് റിയൽ ബ്ലെസ്സിങ്. மேகம் சிந்தும் இருத்துளியின் இடைவெளியில் துருவி துருவி உன்னை தேடுதே உடையும் நுரைகளிலும் தொலைந்த காதலனை உருகி உருகி மனம் தேடுதே. അസലായി പാടി പാട്ട്, വളരെ നല്ലതായിട്ട് പാടി. വോയിസ് നല്ല പവർ ഉണ്ടായിരുന്നു വോയിസിന്. It was a good attempt. விழியில் கரைந்து விட்டதோ அம்மம்மா விழியில் அடித்து விட்டதோ. അഞ്ജനക്കുട്ടി, എന്തായിരുന്നു പാട്ട്? ഒരു ഡിഫിക്കൽട്ട് സോങ് ആണ്, ഡുവറ്റ് സോങ് ആണ്, പിന്നെ ഒരു രാഗമാലിക എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കുറെ ഏറ്റവും എന്താ പറയാ, ഇതിലും കൂടി ഇപ്പൊ ടഫ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല അല്ലേ? രണ്ട് പേര് പാടിയ പാട്ടും 3-4 രാഗങ്ങൾ എല്ലാം മിക്സ് തകർത്തു. ഹാപ്പി അല്ലേ? അങ്ങനെ happy ആയി പറ്റില്ല, നമുക്ക് ചോദിക്കണം. ആദ്യം നമുക്ക് അവിടെ നിന്ന് അറിയാം. സുജാത ചേച്ചി, എന്റെ കുട്ടി എന്താ പറയാ, അതെ, എന്താ ഈ പാട്ടിൽ മുഴുവൻ സംഗതികളും സ്വാമിയുടെ ഓരോ രാഗം എന്ത് രസം, ഇങ്ങനെ അതിൻ്റെ ആ സത്ത് മുഴുവൻ എടുത്തിങ്ങനെ നമുക്ക് ഇട്ട് തന്നേക്കാണ്. എല്ലാ സംഗതികളും നല്ലോണം. ഏറ്റവും എളുപ്പമുള്ളൊരു സാധനം അവൾക്ക് ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ ആ പ്ലെയിൻ നോട്ട്സ് പാടുമ്പോൾ ആടി. ബാക്കി അവൾക്കിങ്ങനെ കൂടുതൽ എന്താണ് കിടകിട എന്നുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു കുഴപ്പമില്ല. Actually അത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആക്ച്വലി അഞ്ജനയുടെ മനസ്സിൽ എന്തായിരുന്നു പാട്ട് പഠിക്കുമ്പോൾ ഇവിടെ അവരെന്താ സംഗതി വെക്കാൻ എന്താ ദക്ഷിണമൂർത്തി സ്വാമി അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ചിന്ത. ദാസേട്ടനും ജാനകി അമ്മയും പാടാതിരുന്നതാണോ? അവർ ഇത്രയും നേരം പാടിയിട്ട് റെസ്റ്റ് എടുത്തതായിരിക്കും. എനിവേ മോളെ അസലായി പാടി. കുറച്ച് തെറ്റുകളുണ്ടായിരുന്നു. നമ്മളത് പറയാൻ പാടില്ല. യൂഷ്വലി ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ശരത്തിൻ്റെ പാട്ടുകളൊക്കെ പാടുമ്പോൾ മോൾ ഇതിലും പെർഫെക്റ്റ് ആയിരിക്കും. ഈ ചെറിയ അങ്ങിങ് അവിടെ വരെ, ഈ ഹമ്മിങ് വരണ വരെയും ഭയങ്കരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് താരാപഥത്തെ ആയിരുന്നു തോന്നുന്നു, അല്ല അതിന് മുമ്പത്തേതായിരുന്നു, ജീവന സങ്കല്പം. ആ ഒരു പോർഷൻ അത്ര ശരിയായില്ല, കുറച്ചൊരു ഷേക്കി ആയിരുന്നു. പിന്നെ എല്ലാം നല്ലായി. പക്ഷെ ഡ്യൂവറ്റാണ്, സ്വരങ്ങളിങ്ങനെ ആണും പെണ്ണും മാറി 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 പാടുക. അത് ഒറ്റയടിക്ക് ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുക. പുറയിൽ വല്ല എക്സ്ട്രാ ടാങ്ക് വെച്ചിട്ടുണ്ടോ ഓക്സിജന്? മോക്ക് ഞാൻ ഒരു കാര്യം, ആരാ മോക്ക് പാട്ട് പഠിപ്പിച്ചു തരുന്നത്? തന്നെ പഠിക്കും. അല്ല ഇപ്പോൾ ഓക്കെ, സാധകം ആദ്യം ഹമ്മിങ് ഒക്കെ പാടി, അത് നമുക്കൊരു ബേസിക് സാധനം അമ്മയായിരുന്നു പഠിപ്പിച്ചു തന്നെ. അല്ലാതെ വേറെ ഗുരു ഉണ്ടോ? മോള് തന്നെ പാടുകയാണോ? ഇപ്പൊ പാട്ട് പഠിക്കുന്നില്ല. ശരിക്കും ദിസ് ഇസ് റിയൽ ബ്ലെസ്സിങ്. ഓ ഗോഡ് ബ്ലെസ്. പഠിക്കുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര, അതെ, പഠിക്കുന്നില്ല എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഒരു മാനസിക ഗുരു എന്ന ഒരാളുണ്ടല്ലോ അല്ലേ? ശരത്തങ്കളിനെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. ഒരു എക്സ്ട്രാ സംഗതി ഇട്ട ശരത്തങ്കൾ പറഞ്ഞു തന്നാണോ? അല്ല, അത് ഈ പാട്ട് കുറെ പേര് പാടിയിട്ടുണ്ടല്ലോ, അങ്ങനെ എടുത്തു നോക്കി. അന്നേരം തറോ റിസർച്ച് ആൻഡ് ഹോംവർക്ക് ആണ് ഇതിന്റെ ഫലം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് മോളെ. റിയലി വി ആർ പ്രൗഡ് ഓഫ് യു. ഞങ്ങളുടെ ഇതിൽ, നമ്മുടെ ഒരു ഇങ്ങനെ ഒരു ഇത്രയും നല്ലോണം പാടുന്ന കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം തന്നെ. ഞാൻ പറയാൻ വേണ്ടി വരികയായിരുന്നു എന്താന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അഞ്ജന ഇങ്ങനെ പാടി തുടങ്ങിയാലേ ഇങ്ങനെ ഫുൾ സംഗതി ആയതുകൊണ്ട് കസ്റ്റം മെയ്ഡ് സോങ്സ് ഒക്കെ ഇറക്കണ വരും തോന്നുന്നു അഞ്ജനയ്ക്ക് വേണ്ടി. കസ്റ്റം മെയ്ഡ് സോങ്സ്, അതായത് ചില അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്ക് കസ്റ്റം മെയ്ഡ് ഷൂ, കസ്റ്റം മെയ്ഡ് ബാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരാക്കാം. അപ്പൊ അതേമാതിരി കസ്റ്റം മെയ്ഡ് സോങ്സ് സംഗതി അങ്ങോട്ട് ഇട്ട് പൊരിച്ച്. കസ്റ്റമേഡ് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാനസിക ഗുരുവാണ് ശരത്തേട്ടൻ. അതെ, അപ്പൊ അങ്ങനെ ആശംസിക്കട്ടെ. അങ്ങനെ കുറെ നല്ല പാട്ടുകൾ സിനിമയിൽ വരട്ടെ. ആ പാട്ടുകൾ ആൾക്കാർ ഇതേമാതിരി ഒരു ക്ലാസിക് ആയിട്ട് എടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പറഞ്ഞ അവിടെ ഇവിടെയൊക്കെ ചെറിയതായിട്ടൊന്ന് പോയി. സാധാരണ അഞ്ജനയുടെ കയ്യിൽ നിന്ന് അങ്ങനെ മിസ്സാവാറില്ല അങ്ങനെയുള്ളതൊന്നും. എനിക്ക് തോന്നുന്നത് ബ്രത്തിൻ്റെയോ എന്തോ തോന്നുന്നു, പെട്ടെന്ന് അങ്ങോട്ട് വന്നില്ല, ചില സ്ഥലങ്ങളൊന്നും വന്നില്ല. ബട്ട് യു ഡിഡ് ആൻ അമേസിങ് ജോബ്. അത് നന്ദി പറയേണ്ടത് എൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്താണ്. ദക്ഷിണമൂർത്തി സ്വാമി അത് എഴുതിയ ലെജൻഡ്, പാടിയ ദാസേട്ടനും ജാനകിയമ്മയും. സോ
അങ്ങനെ ഒരു സാധനം കൊടുത്തോണ്ടല്ലേ എന്തെങ്കിലും ഒരു അവരൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി, അതിനെ കയറി പിടിക്കാനല്ലോ നമ്മളെല്ലാവരും ചെയ്യുന്നത്. സോ ആ ഒരു ബെഞ്ച് മാർക്ക് എല്ലാവരും പിടിച്ച് അങ്ങനെയാണ് ലോകം മുഴുവൻ ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഓരോരോ ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്, അത് ചെയ്യണം, അത് അങ്ങനത്തെ മാതിരി ചെയ്യണം, ഇങ്ങനത്തെ മാതിരി പാട്ട് വായിക്കണം. സോ താങ്ക് യു ഫോർ അറ്റംപ്റ്റിംഗ് ആൻഡ് ഡൂയിങ്. കീപ് വർക്കിംഗ് ഹാർഡ്, യു വിൽ റീച്ച് മെയിൻ ഹാർട്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വിജയ് ചേട്ടാ. ഞാൻ നേരത്തെ സുജാ ചേച്ചീൻ്റെ കൂടെ തന്നെ ഞാൻ അങ്ങനെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പറയേണ്ട അതേ ആ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതായത് സിമ്പിളായിട്ടുള്ള കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ജനയ്ക്ക് പറഞ്ഞിട്ടുള്ളതല്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് നേരത്തെ ഉള്ള പാട്ടിലൊക്കെ, നേരത്തെ ഉള്ള എപ്പിസോഡിലൊക്കെ തെളിയിച്ചു അങ്ങനെയും പാടാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഇപ്പോൾ തിരിച്ച് അഞ്ജനയുടെ ഫോമിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. സോ കലക്കി കളഞ്ഞു ആസ് യൂഷ്വൽ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ദാ മാർക്ക് പിടിച്ചോ. ഓക്കെ, ഓക്കേ, കൈയോടുകൂടി മാർക്ക് പിടിക്കാം. അഞ്ജനക്കുട്ടിയുടെ മാർക്സ്. വാവ്, താങ്ക് യു ചേട്ടാ. സ്റ്റീവൻ ചേട്ടാ? So 18. And സുജാത ചേച്ചി അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, കഴിഞ്ഞു. ഓക്കേ. അപ്പോൾ ബോക്സിനുള്ളിൽ ഇട്ടു. ഓക്കേ ആയി. അപ്പോൾ ഓക്കേ, അവിടെ എല്ലാം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോഴൊന്നും അറിയില്ല അത്. അതെ, നമുക്ക് ഫൈനൽ എല്ലാം കഴിഞ്ഞ് സർപ്രൈസ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. സോ സെമി ഫൈനൽ സ്റ്റേജിലെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ഭാവന. ഭാവനക്കുട്ടി, ഇതെന്താണിത്? ഫ്ലവർ ഒക്കെ വെച്ചാണ്, എന്താണ് ഉദ്ദേശം? തകർക്ക് തന്നെ. അതാണ് ഉദ്ദേശം. റെട്രോ സ്റ്റൈലിലൊക്കെയാണല്ലോ. റെട്രോ സ്റ്റൈൽ, ഒരു പഴയ നടീന്റെ ഒക്കെ സ്റ്റൈലിലാണ്. ആണ്. നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ആകെ എന്താണ് ഭാവന ഇപ്പൊ പറയുന്നത് അറിയോ? ഞാൻ ഇവിടെ പാട്ട് പാടാൻ റെഡി ആയിട്ടാണ്. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ഞാൻ ഇത് ഇതാക്കരുത് അല്ലേ? ശരി, വേഗം പറയൂ. ഏതാണ് റൗണ്ട്? വേഗം പറയൂ. ഫാൻസ് ആൻഡ് ഓഡിയൻസ് ചോയ്സ്. ഓക്കേ, അപ്പോൾ ഫാൻസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ആരാണ്? അച്ഛന്റെ ഫ്രണ്ടും സുനിലങ്ങളും പിന്നെ വിക്രമൻ സാറും. ഓക്കേ, വെൽക്കം ടു ദി ഷോ സർ. വെൽക്കം ടു ദി ഷോ. പേര് പറയൂ. മഞ്ചയിൽ വിക്രമൻ എന്നാണ്. മഞ്ചേരി വിക്രമൻ. മഞ്ചയിൽ വിക്രമൻ. ഓക്കേ. ഞാൻ നെടുമങ്ങാട് നഗരസഭയുടെ കൗൺസിലറായിരുന്നു. ഓക്കേ. ഞാൻ ഭാവനയുടെ വലിയൊരു ഫാനാണ്. വളരെ ഇഷ്ടമാണ് എനിക്ക് ഭാവനയുടെ. ഓമനത്തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി. ഈ ഗാനം എനിക്ക് വളരെ ഇഷ്ടമാണ്. കേട്ടാ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതെ, ഇപ്പോ രണ്ടുപേരും. ഓക്കെ. ഓമനത്തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരെന്ന്. താങ്ക് യു. വളരെ നല്ല ശബ്ദമാണ്. ഹിന്ദിയും തമിഴും ഒക്കെ പാടുമ്പോൾ ഇതിനേക്കാൾ ഏറെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വയ്യ. എന്താണ് എന്തായാലും വിക്രമൻ ചേട്ടൻ വലിയൊരു പാട്ടുകാരനാണ് കേട്ടോ. കൗൺസിലറാണ്, രാഷ്ട്രീയം, അതിന്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് സംഗീതം. അപ്പൊ ഇത്രയും ഒരു ഓൾറൗണ്ടർ ഇവിടെ വന്ന് മോളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒരുപാട് നന്ദി. യെസ് ചേട്ടാ, പറയൂ. എൻ്റെ പേര് സുനിൽ പട്ടിമറ്റം. ഞാൻ ആകാശവാണിയിൽ നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അതിനേക്കാൾ ഉപരി എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റിന്റെ മകളാണ് ഭാവന. എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മുത്താണ് ഭാവന. എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ ഭാവന നിൽക്കുമ്പോൾ ഞങ്ങളുടെ നാടാണ് ഇവിടെ നിൽക്കുന്നത്, ഞാനല്ല. നാട് മുഴുവനും ഭാവനയുടെ പുറകെ പ്രാർത്ഥനയായിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥന എന്തായാലും തുടർന്നും. നാടിന്റെ ചുമതല മൊത്തം ഭാവനയുടെ പുറത്താണ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. അല്ല, എന്തായാലും ചേട്ടനും നാടിന്റെ ഫുൾ റെപ്രസെന്റേറ്റീവായി വന്ന് ഇവിടെ മോളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയതിൽ ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. അപ്പൊ തുടർന്നും ഇതേപോലെ സപ്പോർട്ടിംഗ് ആയിട്ട് എപ്പോഴും ഉണ്ടാവണം. അപ്പൊ ഭാവനക്കുട്ടി ഇന്ന് ഏത് പാട്ടാണ് പാടേണ്ടത്? എങ്കേ എന്ത് കവിതൈ, എ റഹ്മാന്റെ മനോഹരമായ ഗാനം. അത് വളരെ ഭംഗിയായി ഭാവന പാടുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ പാട്ട് പാടണം. അടിപൊളി. എന്തായാലും പാടും അല്ലേ ഭാവനക്കുട്ടി? അപ്പൊ റെഡി അല്ലേ?
ആണോ? റെഡിയാണ്. പക്ഷെ ഒരു നാട് മുഴുവൻ നമ്മുടെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഒരു കുറച്ച് സമയം നമുക്ക് എടുത്തിട്ട് കഴിച്ചു പൊളിച്ച് പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ ഫാൻസ് റൗണ്ട് കണ്ടുകൊണ്ടേൻ സിനിമയിലെ എങ്കെ എന്നത് കവിത പാട്ടുമായി വരുന്നു ഭാവന. യെസ്, ഓൾ ദി ബെസ്റ്റ്. விரை வந்தவுடன் நிலா வந்தவுடன் நிலா தந்தவன் உள்ளம் துள்ளும் நிழல் கண்டவுடன் நீ என்று இந்த நெஞ்சம் நெஞ்சம் இன்னும் விரை வந்தவுடன் நிலா வந்தவுடன் நிலா வந்ததென்ற உள்ளம் துள்ளும் நிழல் கண்டவுடன் நீ என்று இந்த நெஞ்சம் நெஞ்சம் இன்னும் எங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை எங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை விழியில் கரைந்து விட்டதோ அம்மம்மா விழியில் அடித்து விட்டதோ கவிதை தேடித் தாருங்கள் இல்லை என் கனவை மீட்டுத் தாருங்கள் இங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை எங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை மாலை அந்துகளின் மனதின் சந்துகளின் தொலைத முகத்தை மனம் தேடுதே வெயில் தாரொழுகும் நகர வீதிகளில் மையில் கொண்டு மலர் வாடுதே மேகம் சிந்தும் இரு துளியின் இடவிழியில் துருவி துருவி உனை தேடுதே உடையும் நுரைகளிலும் தொலைந்த காதலனை உருகி உருகி மனம் தேடுதே அழகிய திருமுகம் ஒரு தரம் பார்த்தால் அமைதியின் நிறைந்திருப்பே நொடி விரல் கொண்டு ஒரு முறை தீண்டு 100 முறை பிறந்திருப்பே இறை வந்தவுடன் நிலா வந்தவுடன் நிலா வந்ததென்ற உள்ளம் துள்ளும் நிழல் கண்டவுடன் நீ என்று இந்த நெஞ்சம் நெஞ்சம் என்னும் இறை வந்தவுடன் நிலா வந்தவுடன் நிலா வந்ததென்ற உள்ளம் துள்ளும் நிழல் கண்டவுடன் நீ என்று இந்த நெஞ்சம் நெஞ்சம் என்னும் எங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை எங்கே எனது கவிதை கனவிலே எழுதி மடித்த கவிதை
ഭാവനക്കുട്ടി വെരി നൈസ്. വെരി നൈസ് സിംഗിങ്, പിന്നെ വെരി ബ്യൂട്ടിഫുൾ സോങ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതെ, നമ്മുടെ മമ്മൂക്ക, ഐശ്വര്യ റായ് തുടങ്ങിയ ഒരുപാട് പേര് തകർത്ത് അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് സുജാ ചേച്ചി. ഭാവന, എന്തോ ഭാവന ഇന്ന് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കണേ. മൊത്തത്തിൽ എന്താ ഫാൻസ് എനർജി ഒക്കെ കുറഞ്ഞോ? എന്താണ് അത് പാട്ടിന്റെ ആ ഒരു നേരത്തെ ഞാൻ അതെ പറഞ്ഞിട്ട് കണ്ണ് ദൃഷ്ടി കിട്ടിയ മാതിരിയായിരുന്നു അതിന് മുമ്പത്തെ എപ്പിസോഡിൽ. കുറെ സൂര്യകാന്തി പൂക്കളുടെ ഇടയ്ക്ക് വന്നിട്ടേ അതെ ഈ റോസാപ്പൂ ഒന്ന് അല്ല എന്തോ ഉണ്ട്. ഐ തിങ്ക് സുജാ ചേച്ചി പറഞ്ഞത് ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ആദ്യത്തെ പല്ലവി പാടി തുടങ്ങിയപ്പോൾ തന്നെ ഞാനിങ്ങനെ ആ പാട്ടിന്റെ ഫീൽ ഓക്കെ, അത് സങ്കടമാണ് ഓക്കെ, പക്ഷെ അതിന് ഇങ്ങനെ പാടേണ്ട ആവശ്യമൊന്നുമില്ല. കവി നിനക്കത് കേൾക്കുന്നില്ലായിരുന്നോ ശരിക്കും? അതാ, പക്ഷെ എന്തോ നീ ഇങ്ങനെ എവിടെയോ ആയിരുന്നു, ഒരു കോൺസെൻട്രേഷൻ അല്ല, പക്ഷെ ഒരു എനർജി ഇല്ലായിരുന്നു. പാടിയതൊക്കെ നന്നായി, ഒരു എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അന്നത്തെ ഞങ്ങളോ എന്താ ഇതാണ് ആറ്റിറ്റ്യൂഡ് സ്റ്റേജിൽ എന്ന് പറഞ്ഞതൊക്കെ പോയി, അത് പുസ്തകമായിപ്പോയി ഞങ്ങള്. നമ്മള് ആർട്ടിസ്റ്റിന് ഇങ്ങനത്തെ മൂഡ്സ് ഒന്നും പാടില്ല. നമ്മൾ എന്തിതാണെങ്കിലും സ്റ്റേജിൽ ചിരിച്ച് ഓട്ടോവേർട്ടേഴ്സ് അതൊക്കെ കാണിക്കാതെ ആൾക്കാരെ നമ്മൾ സന്തോഷിപ്പിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ കടമയാണ്. അത് മറക്കാൻ പാടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ മൂന്നേരം സമ്മതിക്കില്ല അത്. ഇനി പാട്ടിലേക്ക് കടക്കാം. ആദ്യത്തെ പല്ലവി എത്ര ശരിയായില്ല, പിന്നെ ബാക്കി പോർഷൻസ് ഒക്കെ വളരെ നന്നായി പാടി. പിന്നെ അവസാനത്തെ അഞ്ജനയുടെ ഹമ്മിങ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നല്ലായി വന്നത്. എന്തിനാ മോൾ അവിടെ ബ്രത്ത് പ്രയാസമുണ്ടോ? എന്താ കട്ട് ചെയ്ത് കളഞ്ഞ അവിടെ? അതായത് ഏത് പോർഷനാണെന്ന് വെച്ചാൽ അതാണ് പാടിക്ക അവിടെ എന്താ കട്ട് ചെയ്യുന്ന കേക്കതേ അല്ല ഒരു അത് അങ്ങനെ തന്നെ എന്താ പറയാ, ഗ്ലൈഡ് ചെയ്ത് മറ്റേ ലൈനിലേക്ക് പോയിക്കാം. കേക്കുതേ അവിടെ കട്ടയില്ല. ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലാണ് ഒരു സുഖം. ആ ഒരു കട്ട് ഒരു ശ്വാസം കിട്ടുന്നതാണോ എന്നുള്ളത്. പക്ഷെ അത് കേൾക്കതേ തനിച്ചെടുക്കുന്നതുകൊണ്ട് ശ്വാസം കിട്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അസലായി പാടി പാട്ട്, വളരെ നല്ലതായിട്ട് പാടി. വോയിസ് നല്ല പവർ ഉണ്ടായിരുന്നു വോയിസിന്. പക്ഷെ എനിക്കറിയാം മോൾക്ക് കുറച്ച് വോയിസിന് സ്ട്രെയിൻ തോന്നുന്നുണ്ടെന്നറിയാം. അതിൻ്റെ വിഷമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും വോയിസ് ഓപ്പണായിട്ട് പാടി, പാട്ട് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നമുക്ക് ഫൈനലി സ്ട്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ലതായിരുന്നു. താങ്ക് യു. ആൻഡ് യെസ് സ്റ്റീഫൻ ചേട്ടാ. ചക്കരെ നല്ല ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതായിട്ട് പാടാൻ ശ്രമിച്ചു. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പിച്ചുകളൊക്കെ പോയി. അത് ഈ പറഞ്ഞ മാതിരി എനിക്ക് ഭാവനയ്ക്ക് ഒരു കിക്ക് സ്റ്റാർട്ട് വേണം എവിടെയെങ്കിലും. മിഞ്ഞാന്ന് ഈ പാട്ട് ഏതൊരു പാട്ട് തുടങ്ങിയപ്പോൾ ഇങ്ങനെ തുടങ്ങി, പിന്നെ ആളങ്ങോട്ട് ഒരു പൂവിരിയണ മാതിരി അങ്ങോട്ട് വന്നു ആ വരവ്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ ആൾക്കും തോന്നിയിട്ടുണ്ടാവും അവിടെ ഇവിടെ ശരിയായില്ല അങ്ങനത്തെ ഒരു തോന്നൽ വന്നുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്. ഓക്കെ, പാട്ട് ഭാവയ്ക്ക് പാടിയത് ഇഷ്ടമായോ? ഭാവനയ്ക്ക് ഇഷ്ടമായോ? നല്ലായിരുന്നു അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഫാൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കാം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ചേച്ചിക്ക് ഓർമ്മയുണ്ടറിയില്ല, ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറിൽ ഞാൻ ഫസ്റ്റ് ഇതിൽ ടീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇത് പാടിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ പറയും അവർ ഇത് ഗംഭീരമായിട്ട് ഇതിൽ വേർഷൻ പാടിയിട്ടുണ്ടായിരുന്നു ഈ സൂപ്പർ സ്റ്റാർ സ്റ്റേജിൽ തന്നെ, നമ്മുടെ അമൃത സൂപ്പർ സ്റ്റാറിൽ. സോ അത് പെട്ടെന്ന് ഓർമ്മ വന്നു. അത് ഭയങ്കരമായിട്ട് ചേച്ചിക്ക് അറിയാൻ പാട്ടുകാരി. എനിക്ക് ആ കുട്ടിയെ അറിയാൻ നല്ലോണം. നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യണം. ഏതാണ് ടീന? ഹായ്. പിന്നെ ഈ ചിത്രച്ചിലൂടെ ഒരാളും കൂടെ പാടിയിട്ട് അറിയോ? ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് സിംഗറാണ് അദ്ദേഹം. കുഴപ്പമില്ല, നല്ലതായിട്ട് പാടുന്ന കുട്ടിയാ അല്ലേ? അതെ, ചിത്ര അല്ല ചിത്ര ചേച്ചി കൂടെ മെയിലിന്റെ കോറസ് എല്ലാം പാടിയത്. വേഗം ഒറ്റ വാങ്ങണം, 5 സെക്കൻഡ് ചേച്ചിയുടെ നമ്മുടെ ഒക്കെ ക്ലോസ് ഫ്രണ്ട്. 1 2 3 ശ്രീനിവാസ്. അദ്ദേഹം റഹ്മാൻ സാറിന്റെ ഒരു മേ ബി ക്രിയേറ്റീവ് കാര്യങ്ങൾക്കൊക്കെ ഒരു റൈറ്റ് ഹാൻഡാണ് അദ്ദേഹം.
റെക്കോർഡിങ്ങിനും ടേക്സിനൊക്കെ അദ്ദേഹമാണ് കുറേ പേരുടെ സിംഗേഴ്സിനെ കൊണ്ടുവന്ന്, കാർത്തിക് അടക്കമുള്ള കുറേ സിംഗേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശ്രീനിവാസാണ്. സോ ശ്രീനിയേട്ടാ താങ്ക് യു. സോ ചക്കരെ സൂപ്പർടാ, കീപ് ഇറ്റ് അപ്പ്. കുറച്ചുകൂടി യു ഹാവ് ടു വർക്ക് ഹാർഡ്. നമ്മൾ നേരത്തെ വെച്ചത് അതേ സ്റ്റാൻഡേർഡ് തന്നെ നിലത്തി പോരണം കേട്ടോ. ഓക്കെ ടാറ്റാ. ഇവിടെ വരുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം വിടാണ്ട് വരിക. നമ്മൾ നേരത്തെ പറഞ്ഞത് അത് മേ ബി ഒരു കണ്ണ് വിട്ട് കാണും. ഇരിക്കട്ടെ, ഒരു പാട്ട് അങ്ങനെ പോയെന്ന് വെക്കുക. പക്ഷെ എന്നാലും പാട്ടിൻ്റെ സൈഡിൽ ഒന്നും തെറ്റിയില്ല. ലുക്കിൽ എന്തോ ഒരു ഭാവന എല്ലാവരും അവിടെ നിൽക്കുന്നത്, വേറെ ആരോ ആയിരുന്നു. ഇനി ഏതാ പിടിച്ചോ, സ്കോർ പിടിച്ചോ. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. So 16 ആണ്. And ചേച്ചിയുടെ മാർക്സ് Okay, മാർക്ക് എഴുതി കഴിഞ്ഞു. and ചേച്ചി വളരെ ഭദ്രമായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സേഫ് ആയിട്ട് അവിടെ ഇരിക്കേണ്ടത്. നമുക്ക് സെമി ഫൈനലൊക്കെ കഴിഞ്ഞ് നമുക്കൊരു പതുക്കെ സർപ്രൈസിംഗ് അറിയാം. എലമെന്റ് ആയിട്ട് നമ്മൾ ഇത് മൊത്തം വിളിച്ച് പറയാം. ഓക്കെ ഓക്കെ, ഹാപ്പി അല്ലേ? പക്ഷെ ഇനി ഒരാളോട് കൂടി ചോദിക്കണ്ടേ? രണ്ടുപേരോട് ചോദിക്കണം. അതെ, നമ്മുടെ നമ്മൾ fans. പാട്ട് സെലക്ട് ചെയ്ത് അവരാണ്. അപ്പോൾ അവരോട് ചോദിക്കാം. ചേട്ടാ പറയൂ. ശരിക്കും പാട്ട് വളരെ നന്നായിരുന്നു. പക്ഷേ ഇവിടെ ജഡ്ജസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കുട്ടി മൂഡ് ഓഫ് ആയിരുന്നോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പാട്ടിൽ അങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷെ പാട്ട് വളരെ മനോഹരമായിരുന്നു. ഓക്കെ, ചേട്ടാ ഹാപ്പി ആണല്ലോ? തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. ഓക്കെ ചേട്ടാ, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഇവിടെ ഈ സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടത് ആ മോളുടെ കഠിനാധ്വാനവും അച്ഛൻ്റെ പരിശ്രമം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയൊക്കെ എത്തിച്ചത് ദൈവത്തിനും നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ജഡ്ജസിനും ഞങ്ങൾ നന്ദി പറയുകയാണ്. അത് ഏറ്റവും മനോഹരമായിരുന്നു. നമുക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വരൂ വരൂ. ഭാവനയ്ക്ക് വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി. ഓ പ്ലീസ് പാടൂ. ഭാവനക്കുട്ടിക്ക് വേണ്ടി പാടിക്കോളൂ. കിനാവിലിന്നലെ വന്നു നീയൻ കിസലയ മൃദുലാംഗി കുടമുല്ലച്ചിരിയുമായി വന്നു നീയൻ പുവലയ ചടുലാക്ഷി പുവലയ ചടുലാക്ഷി കിനാവിലിന്നലെ വന്നു നീയൻ കിസലയ മൃദുലാംഗി. അല്ല, ഇപ്പൊ എന്തായാലും ഒരു സംശയം, ചേട്ടൻ കൗൺസിലർ ആയിരുന്നു. ഈ പാട്ടൊക്കെ പാടിയിട്ടാണ് വോട്ട് ഫുൾ നേടിയതപ്പോ അല്ലേ? ഒരു സംശയമില്ല കാര്യത്തില്. താങ്ക് യു സോ മച്ച് ചേട്ടാ. എനിക്ക് തോന്നി ഈ അങ്കിളിന്റെ മുമ്പേ പാടാൻ അങ്ങനെ പേടിച്ചോ മോള്? കാരണം അതാണോ? ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. സൂപ്പർ. സോ അങ്ങനെ മറ്റൊരു നല്ല എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. പക്ഷേ നമ്മൾ എന്തായാലും സെമി ഫൈനൽസ് ആയതുകൊണ്ട് തന്നെ with much more exciting episodes we are coming to you. So till then keep watching and keep supporting Superstar Junior. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.